ഹായ്, ഗുഡ് ഈവനിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അതായത് നമ്മൾ ഒരു പെർഫെക്റ്റ് വേൾഡിനെ കുറിച്ച് ഉള്ള ഫാൻറ്റസിയുമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ നമുക്ക് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. മറ്റാരും ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ ക്രിയാത്മകമല്ലാതാക്കി തീർത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു രീതിയിലുള്ള പരിഹാരവും നമുക്ക് കാണുവാൻ സാധിക്കാതെ വളരെ നിഷ്ക്രിയമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു പെർഫെക്റ്റ് വേൾഡിനെ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് അങ്ങ് ഫാൻറ്റസൈസ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള വേൾഡ്, നമുക്ക് ചുറ്റുമുള്ള ലോകം, നമുക്ക് ചുറ്റുമുള്ള സമൂഹം വളരെ പെർഫെക്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആകും. അപ്പോൾ നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് എല്ലാം നമുക്ക് പുറത്തുള്ള ലോകം അല്ലെങ്കിൽ സമൂഹം നമുക്കായിട്ട് കൊണ്ടുതരും. നമ്മുടെ പ്രശ്നങ്ങളെ ലോകം ഫിക്സ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ധാരണയിൽ നമ്മളായിട്ട് ഒരു ആക്ഷനും എടുക്കാതെ വി ആർ നോട്ട് ആക്ടിങ്, നമ്മൾ ആക്ട് ചെയ്യാതെ നമ്മൾ ചുമ്മാതെ നിഷ്ക്രിയരായിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തിയിലും ഏർപ്പെടാതെ, ഒരു തരത്തിലുള്ള പ്രവൃത്തിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രവൃത്തികൾ, ക്രിയാത്മകമായിട്ടുള്ള, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ജോലി വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജോലി കിട്ടുന്ന സാഹചര്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ക്രിയാത്മകമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോക്ക് ദാറ്റ് ഡോർ, ഇല്ലേ? പിന്നെ ഇൻ്റർവ്യൂവിന് നമുക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ തന്നെ ഡിസ്കറേജഡ് ആകാതിരിക്കുക, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, ഉപേക്ഷിക്കാതിരിക്കുക. വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുക, കൂടുതൽ ഇൻ്റർവ്യൂസിന് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഫൈനലി നമ്മൾക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകാൻ കഴിയും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഉദാഹരണം ജോലി കിട്ടുന്ന കാര്യത്തെ സംബന്ധിച്ച്. അതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യമായാലും ശരി, അവിടെ നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് റിസൾട്ട് ഉണ്ടാക്കി തരുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഇഫ് യു ആർ നോട്ട് ആക്ടിങ്, വി വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ മെഷർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഇല്ലേ? എന്തുകൊണ്ട് നമ്മൾ ലഭിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഫെയിലായി, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് എന്താണ്, നമ്മുടെ പോരായ്മകൾ എന്താണ്, കുറവുകൾ എന്താണെന്നൊക്കെ നമുക്ക് ആക്ഷനിൽ കൂടെ ഉണ്ടാകുന്ന റിസൾട്ടുകളിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മളെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണണമെങ്കിൽ വി ഹാവ് ടു ആക്ട്. നമുക്ക് പ്രവർത്തിക്കണം, നമുക്ക് ക്രിയാത്മകമായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള, എന്നുവെച്ചാൽ എപ്പോഴും ഞാൻ പറയാനുള്ളതാണ്, നമ്മൾ ലോജിക്കലായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകണം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ലോജിക്കലായിട്ടുള്ള അപ്രോച്ചിൽ കൂടെ ക്രിയാത്മകമായിട്ടുള്ള ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക. അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേൾഡ് ഇല്ല എന്നെപ്പോഴും പറയാറുണ്ട്. പെർഫെക്റ്റ് ആയിട്ടൊരു കണ്ടീഷൻ ഇല്ല. ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ എ പെർഫെക്റ്റ് കണ്ടീഷൻ, അല്ലേ, അല്ലെങ്കിൽ പെർഫെക്റ്റ് മൊമെൻറ്റ്, ഒരു പൂർണ്ണമായിട്ടുള്ള എല്ലാം തികഞ്ഞ ഒരു അവസ്ഥ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ദാറ്റ് ടൈം വിൽ നോട്ട് കം, ദാറ്റ് മൊമെൻറ്റ് വിൽ നോട്ട് കം, ഇല്ലേ? അല്ലെങ്കിൽ ദാറ്റ് കണ്ടീഷൻ വിൽ നോട്ട് ഹാപ്പൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വെയിറ്റ് ആൻഡ് സീ ഗെയിം കളിക്കാതെ ജീവിതത്തിൽ വെൻ വി ആർ ഫേസിങ് പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ്, വി ഹാവ് ടു ആക്ട്. നമുക്ക് ഏത് പ്രവൃത്തിയുടെ നമ്മൾ സവിശേഷതകൾ, അല്ലെങ്കിൽ നമ്മളതൊരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾക്കെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പലതിൻ്റെ അഭാവമുണ്ട് എന്ന് നമ്മളെ തന്നെ ധരിപ്പിച്ചിട്ട് ആക്ട് ചെയ്യാതിരിക്കുക. എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ലഭിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള ധാരണയിൽ നമ്മളൊരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി, പെർഫെക്റ്റ് കണ്ടീഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ എന്നാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. റിസൾട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെ മെഷർ ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് പൊതുവെ പറയാറുണ്ട്,
നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ 2 വീലറിലായാലും 4 വീലറിലായാലും നമ്മൾ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ അതിൻ്റെ സ്പീഡോമീറ്റർ അത് ഫോൾട്ടി ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ 2 വീലർ റൈഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്, അപ്പോൾ അതിൻ്റെ സ്പീഡോമീറ്റർ ഫോൾട്ടിയാണ്. ഫോൾട്ടിന് അത് വർക്ക് ചെയ്യുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു 30 km/h അല്ലെങ്കിൽ 40 km/h പോകുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഈവൻ 50 km/h പോകുമ്പോൾ നമുക്ക് ഇത് 40 50 നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും എല്ലാം സെയിം സ്പീഡായിരിക്കും വിചാരിക്കും, എസ്പെഷ്യലി 40, 45, 50, 55 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് എന്താണ് പറയുന്നത്, ഒരു കണ്ടീസീവായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, ഫങ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്പീഡിനെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്കതിനനുസരിച്ച് നമ്മുടെ സ്പീഡിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ 4 വീലേഴ്സിൻ്റെ കാര്യത്തിലും. അപ്പോൾ അതുപോലെ നമ്മുടെ ലൈഫിലെ ഈ ഒരു സ്പീഡോമീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ആക്ഷൻസ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പെർഫോമൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് ഉണ്ടായാൽ മാത്രമേ പറ്റത്തുള്ളൂ. ആക്ഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ മാത്രമേ നമുക്ക് ഇതിനെ മെഷർ ചെയ്യാനും, ആ മെഷർമെൻറ്റിൽ കൂടെ മാത്രമേ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിനെ റെഗുലേറ്റ് ചെയ്യുക, നമ്മുടെ ആക്ഷൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ, നമ്മുടെ പെർഫോമൻസിനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക പ്രവൃത്തി നമ്മൾ മാറ്റിയിട്ട് മറ്റൊരു പ്ലാൻ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ വി ഹാവ് ടു ആക്ട്, വി ഹാവ് ടു ഡു ദ ടാസ്ക്. നമുക്ക് ജോലി അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇഫ് യു ആർ സിറ്റിംഗ് ഐഡിൽ, നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ബിക്കോസ് വി വോണ്ട് ഗെറ്റ് ദ റിസൾട്ട്, നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് മെഷർ ചെയ്യാനോ ഇതിനെ കൺട്രോൾ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ ബെറ്റർമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ആക്ട്. അതിനകത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള എലമെൻറ്റ് വേണം, പ്രൊഡക്റ്റീവായിട്ടുള്ള എലമെൻറ്റ് വേണം, ലോജിക്കലായിട്ടുള്ള എലമെൻറ്റ് വേണം. കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിന് അനുകൂലമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വിപരീതമായിട്ടുള്ള ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും. ദാറ്റ് വോണ്ട് ഹെൽപ്പ് us, നമ്മളെ അത് സഹായിക്കത്തില്ല. മറിച്ച് നമുക്കുണ്ടാക്കി വെക്കുന്ന ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും. നമുക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്, ഇല്ല തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കിഴക്കോട്ട് പോകണമെങ്കിൽ നമ്മൾ പടിഞ്ഞാട്ടിലല്ല പോകേണ്ടത്, കിഴക്കോട്ട് തന്നെയല്ല നമ്മൾ പോകേണ്ടത്. അപ്പോൾ വെൻ വി ഹാവ് ടു ഗോ ടു ഈസ്റ്റ്, ഇല്ലേ, ഈസ്റ്റ് വേർഡായിട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് കിഴക്കോട്ട് തന്നെയാണ് നമുക്ക് പോകണം. നമുക്ക് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് റിസൾട്ട് കിട്ടും, ബട്ട് ദ റിസൾട്ട് വിൽ ബി ഓപ്പോസിറ്റ്, അതിൻ്റെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ക്രിയേറ്റീവ് ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കണം, ലോജിക്കലായിരിക്കണം. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജീവിത സാഹചര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നമ്മൾ സമീപിക്കുമ്പോൾ, വെൻ വി ആർ അപ്രോച്ചിങ്, ആ കണ്ടീഷൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, ദോസ് ആക്ട്സ് വി എൻഗേജ് മസ്റ്റ് ബി ക്രിയേറ്റീവ് ഓർ പ്രൊഡക്റ്റീവ് ഓർ ലോജിക്കൽ ഓർ പ്രാക്ടിക്കൽ. പ്രായോഗികമായിരിക്കണം, ലോജിക്കലായിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എലമെൻറ്റിൻ്റെ ആവശ്യം കൂടെ നമുക്ക് അതിനകത്തുണ്ട്. അല്ല നമ്മൾ എന്തും ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം, ഇല്ലേ. ഒരു പർട്ടിക്കുലർ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തികൾ എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഡിസ്ട്രക്ഷൻ എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ വലിയ പ്രോഗ്രസ് അല്ലെങ്കിൽ സക്സസ് ഒന്നും ഇല്ലാതെ നമുക്ക് മാറ്റി തീർക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വി ആർ വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്, അല്ലെങ്കിൽ പെർഫെക്ഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. വി ആർ പ്ലേയിങ് എ വെയിറ്റ് ആൻഡ് സീ ഗെയിം. കാത്തിരിക്കുക നമ്മൾ. ഓക്കെ, നാളെ നല്ലൊരു അവസരം നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, കൂടുതൽ ഞാൻ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ പൈസ ലഭിച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ അഭാവമുണ്ട്, ഇത്രയും പോരാ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന നറേറ്റീവ്സ് അല്ലെങ്കിൽ പെർസെപ്ഷൻസാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ ബെറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വി ഹാവ് ടു ആക്ട്. പ്രൊഡക്റ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട്, ലോജിക്കലായിട്ട്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആക്ട് ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് മൊമെൻറ്റ്, ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് കണ്ടീഷൻ, don't wait for a perfect time. There is no such thing as perfect condition, perfect moment or perfect time, and there are no perfect people also.
ബിക്കോസ് വി ആർ ഓൾ ക്രീച്ചേഴ്സ് ഓഫ് ഇംപെർഫെക്ഷൻസ് അല്ലേ. ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇംപെർഫെക്ഷൻസ് ഉള്ളതാണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തികളും തീർച്ചയായിട്ടും ഇംപെർഫെക്റ്റ് ആയിരിക്കും. ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ കൂടെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ കൂടാണ് മനുഷ്യ ലോകം സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. ഏത് വ്യക്തിയാലും ശരി, നമ്മളുടെ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കാണാൻ കഴിയുന്ന വ്യക്തികൾ പോലും ദേ ആർ നോട്ട് പെർഫെക്റ്റ്. അവരെല്ലാം ഒത്തിരി മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ അവർ ഒത്തിരി എറേഴ്സ്, റോങ്സ് ഒക്കെ തന്നെ അവർ ചെയ്തും കമ്മിറ്റ് ചെയ്തിട്ടും അതിനെ കറക്റ്റ് ചെയ്തും ഒക്കെ തന്നെ അവർ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവിടെ തീർച്ചയായിട്ടും നമ്മളൊരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. വി ക്യാൻ ഓൺലി വേസ്റ്റ് അവർ ലൈഫ്. പ്രഷ്യസ് ടൈം ഒക്കെ നമുക്ക് വേസ്റ്റ് ചെയ്യാമെന്നല്ലാതെ മറ്റ് റിസൾട്ട് ഇതിനകത്തിലുണ്ടാകത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ജസ്റ്റ് ആക്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മന്ത്രം. നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് വി ഹാവ് ടു ബി സക്സസ്ഫുൾ ഇൻ എനി കൈൻഡ് ഓഫ് വേ, ഏതെങ്കിലും രീതിയിൽ നമുക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ, ബിക്കോസ് യെസ് വി ഹാവ് ടു ആക്ട് then correct those mistakes and shortcomings and thus go forward. That's all. Okay, thank you and have a wonderful day.